അനുകൂല ചിന്തകളാണോ നമ്മൾ എപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ കൊടുക്കുന്നത്, അതോ പ്രതികൂല ചിന്തകളാണോ? നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കും. എപ്പോഴും നമ്മൾ പറയും എനിക്കെന്തോ ഒരു മോട്ടിവേഷന്റെ കുറവുണ്ട്. ഹലോ ഡിയേഴ്സ്, ഇന്ന് സെൽഫ് ടോക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും ഒക്കെ എല്ലാ സമയത്തും നമ്മൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പോസിറ്റീവായിട്ടാണോ നമ്മളോട് സംസാരിക്കുന്നത്, അതോ നെഗറ്റീവായിട്ടാണോ? അനുകൂല ചിന്തകളാണോ നമ്മളെപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ കൊടുക്കുന്നത്, അതോ പ്രതികൂല ചിന്തകളാണോ? അനുകൂല ചിന്തകളാണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പറയുന്നത്. പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണെങ്കിൽ നമ്മുടെ ആത്മാഭിമാനം വർദ്ധിക്കും. നമുക്കറിയാം, നമ്മുടെ സെൽഫ് എസ്റ്റീം, എവിടെ പോയാലും തല ഉയർത്തി പിടിച്ച് നമുക്ക് നിൽക്കണം, എങ്കിലാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത്, നമ്മളായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് മാറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആകാൻ പറ്റും. എപ്പോഴും നമ്മൾ പറയും എനിക്കെന്തോ ഒരു മോട്ടിവേഷൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തോ ഡൗൺ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളോട് ഏറ്റവും അനുകൂലമായി നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യും, ഫിസിക്കൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പം മെൻ്റലി ഫിസിക്കലി ഹെൽത്ത്ഫുൾ ആയിരിക്കാനായിട്ട് നമ്മളെ പോസിറ്റീവ് സെൽഫ് ടോക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ വളരെ ക്രിയേറ്റീവായിട്ട് മാറാൻ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് കാരണം നമുക്ക് കഴിയും. നമ്മുടെ കഴിവുകളെ കണ്ടെത്താനും അതിനെ ഉണർത്താനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മളെ സഹായിക്കും. റിസ്കി ഫാക്ടേഴ്സ് എടുക്കാൻ, ചിലപ്പോൾ നമ്മൾ പറയൂ ഇത് റിസ്ക്കാണ്, ഇത് എടുക്കണ്ട. പക്ഷെ ഒരുപക്ഷെ അതിലായിരിക്കാം നമ്മൾ ഓപ്പൺ ആകേണ്ടതും, അതിലായിരിക്കാം നമ്മൾ മുന്നോട്ട് പോകേണ്ടതും. അപ്പോൾ റിസ്കി ഫാക്ടേഴ്സിനെ വളരെ ലഘുവായിട്ട് എടുക്കാനായിട്ട് നമ്മളെ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് സഹായിക്കും. നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും ഒക്കെ കുറഞ്ഞ് നമ്മൾ കാം ആൻഡ് കൂളായിട്ട് വരും. കാരണം എപ്പോഴും നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് പോകുമ്പോൾ അതൊരു പോസിറ്റീവ് അഫർമേഷൻ പോലെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും സെൽഫ് ടോക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ അതെങ്ങനെ തന്നെ ആയിരിക്കണം? പോസിറ്റീവ് സെൽഫ് ടോക്ക് തന്നെ ആയിരിക്കണം. അപ്പം ഈ നിമിഷം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പോസിറ്റീവ് ചിന്തകളാണോ നിങ്ങൾ കൊടുക്കുന്നത്, അനുകൂല ചിന്തകളാണോ നിങ്ങൾക്ക് നൽകുന്നതെന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു പോസിറ്റീവ് സെൽഫ് ടോക്കറായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു.